അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ചെറിയ പുണ്യകർമ്മങ്ങളെ കൊണ്ട് വലിയ നേട്ടം കൊയ്തെടുക്കാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അഥവാ യുദ്ധഭീഷണിയിൽ പ്രയാസപ്പെട്ടു കഴിയുന്ന ഈ സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ചെറിയ ഒരു നിർദ്ദേശം പറയാം. ആർക്കും പാലിക്കാൻ കഴിയുന്നതും എന്നാൽ വലിയ പ്രതിഫലവും സമാധാനവും കിട്ടുന്ന ഒരു പ്രതിവിധി. നാം നേരത്തെ പറഞ്ഞ ചെറിയ കാര്യം കൊണ്ട് വലിയ നേട്ടം. ഇപ്പോഴുള്ള ഭീതി പോലെ ബദർ യുദ്ധവേളയിൽ ശത്രുക്കളുടെ ശക്തിയും ആയുധബലവും ശത്രു സൈന്യത്തിന്റെ എണ്ണവും വണ്ണവുമെല്ലാം കണ്ട സ്വഹാബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആശ്വാസവചനമായിരുന്നു അത്. അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരുന്നു. എന്നും അത് നിയലിച്ചു നിൽക്കുന്നത്, മുയച്ചു നിൽക്കുന്നത് കാണാം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അല്ലെങ്കിൽ എന്താണ് ആ രണ്ട് ചെറിയ നിർദ്ദേശങ്ങൾ? അല്ലാഹു സൂറത്തുൽ അൻഫാലിന്റെ 45-ാമത്തെ ആയത്തിൽ പറയുന്നു. ബദരീങ്ങളുടെ മഹത്വം പറഞ്ഞ സൂറത്തുൽ അൻഫാൽ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅഹ്. യാ അയ്യുഹല്ലദീന ആമനു, നമ്മെ വിളിച്ച് പറയാണ് അല്ലാഹു. സ്നേഹത്തോടെ നമ്മെ വിളിക്കുന്നു, വിശ്വാസികളായ എൻ്റെ അടിമകളെ. ഇദാ ലഖീതും ഫിഅഹ്, നിങ്ങളൊരു ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ, യുദ്ധം പോലുള്ള ഭീകര അന്തരീക്ഷമുണ്ടായാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഫസ്ബുത്തു, നിങ്ങൾ പതറാതെ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ വിശ്വാസം രൂഢമൂലമാക്കണം. പിന്നെ രണ്ടാമത്തെ എന്താ? വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹുവിന് ഒരുപാട് ദിക്റുകൾ ചൊല്ലണം, ദിക്റുകൾ വർദ്ധിപ്പിക്കണം. എന്നാലോ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാവും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് വിജയിക്കുന്നതാണ്. വളരെ വലിയ ചിന്തനീയമായ സ്രഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ള രണ്ടു നിർദ്ദേശങ്ങളാണ് ഇവ. ഒന്നാമതായി എന്താ പറഞ്ഞത്? നാം ഒരു റബ്ബിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യേകതയാണ്, മുസ്ലിമീങ്ങളുടെ പ്രത്യേകതയാണ്. നാം ഒരു അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്തെ പടച്ചതും നമ്മെ പടച്ചതും നമുക്ക് ആവശ്യമുള്ള സകലതിനെയും ഈ ലോകത്ത് സംവിധാനിച്ചു തന്നവനുമായ ഏക ഇലാഹായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വല്ലാത്തൊരു വിശ്വാസമാണത്. ഈ ലോകത്ത് മറ്റൊരാൾക്കുമില്ലാത്ത പ്രത്യേകത. ആ വിശ്വാസത്തിൽ ഒരു ശകലം പോലും ഇടർച്ച വന്നു പോവരുത് എന്നാണ് ഫസ്ബുത്തു എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അഥവാ ഭൂമിയിലോ ആകാശത്തോ എന്ത് നടന്നാലും, ഒരു യുദ്ധം നടക്കുകയോ, ഒരു ആക്സിഡന്റ് സംഭവിക്കുകയോ, ഒരു മിസൈൽ പതിക്കുകയോ, ഒരു ഭൂചലനം ഉണ്ടാവുകയോ, ഒരാൾ മരണപ്പെടുകയോ, മറ്റൊരാൾ ജനിക്കുകയോ, ഒരു ഇല അനങ്ങുകയോ, എത്ര ചെറുതോ വലുതോ ആയി എന്ത് ഈ ലോകത്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിൻ്റെ മുൻ തീരുമാനപ്രകാരവും അവൻ്റെ അറിവും നിശ്ചയവും മൂലമാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കാം. അല്ലാതെ വേറെ ആരെങ്കിലും സ്വിച്ചിട്ടത് കൊണ്ടൊന്നല്ല ഇത് നടക്കുന്നത്. ഇത് അള്ളാഹുവാണ് ചെയ്യുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കാം. ആരാ ചെയ്യുന്നത്? അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കാം. ഈ ലോകം മുഴുവനും അവന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. അവന്റെ ഉദ്ദേശവും തീരുമാനവുമില്ലാതെ ഒന്നും ഈ ലോകത്ത് നടക്കുന്നില്ല എന്ന ഉറച്ച വിശ്വാസം. മനുഷ്യരും രാഷ്ട്രങ്ങളുമൊക്കെ വെറും കാരണങ്ങളായി ഭവിക്കുന്നു എന്ന് മാത്രം. ഈ വിശ്വാസം വസ്ബുത്തു, ഈ വിശ്വാസം നാം എന്താക്കുക? രൂഢമൂലമാക്കുക. അവന്റെ തീരുമാനങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ നടക്കുന്നു.
അള്ളാഹു മുമ്പ് തീരുമാനിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി നടക്കുന്ന, ഇതിനാരൊക്കെ കാരണക്കാരാവുന്നു എന്ന് മാത്രം. അതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. അവ നമുക്ക് കാലേ കൂട്ടി കണ്ടെത്താനോ വിലയിരുത്തി തീരുമാനിക്കാനോ കഴിയണമെന്നില്ല. അത് ഒരു പക്ഷേ നമ്മെ അള്ളാഹുവിലേക്ക് തിരിച്ചു നടത്താനായിരിക്കും. നാം ഏതോ വഴിതെറ്റി ചിന്ത മാറി പോകുന്നുണ്ടാകും. നമ്മെ അള്ളാഹുവിലേക്ക് തിരിച്ച് വഴി നടത്താനായിരിക്കും. അഹങ്കരിച്ച് അള്ളാഹുവിനെ മറന്നു ജീവിക്കുമ്പോൾ നമ്മെ ചിന്തിപ്പിക്കാനും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുമായിരിക്കാം. ഈ ഉറച്ച വിശ്വാസം നമുക്കുണ്ടായാൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത ആശ്വാസമുണ്ടാവും. ഒരുപാട് ടെൻഷനിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. കൂടാതെ നാം ഉറച്ചു വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ദുനിയാവ് എന്നത് ആർക്കും സുഖത്തിന്റെ ബംഗ്ലാവല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ആർക്കും സുഖത്തിന്റെ ബംഗ്ലാവല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരേക്കും പല പരീക്ഷണങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവ് സുരക്ഷിത ജീവിത ഭൂമിയല്ല, മറിച്ച് ഒരുപാട് പരീക്ഷണങ്ങളുടെ വീടാണ്. ജീവിത വഴിയിൽ ഇത്തരം ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ പരീക്ഷിക്കും. അത് ഖുർആൻ പറഞ്ഞതാ. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരെ വെറുതെ വിടുമെന്ന്? ഇല്ല. പരീക്ഷണ വിധേയരാവുകയില്ലെന്നും വിശ്വസിക്കുന്നവര് അതുണ്ടാവുകയില്ല. പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഈ ദുനിയാവിൽ വരും. പല രൂപത്തിലും പല വിധേനയുമായിരിക്കാം അത്. അപ്പോൾ ഈ ലോകത്ത് പലവിധ പരീക്ഷണങ്ങളും നാം നേരിടേണ്ടി വരും. അത് വ്യക്തികളും രാജ്യങ്ങളും വൻശക്തികളും ബലഹീനരും എല്ലാവരും അള്ളാഹുവിൻ്റെ വിവിധങ്ങളായ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ആയുധങ്ങളുടെയും ഭൗതിക സംവിധാനങ്ങളുടെയും മേലിൽ മാത്രം തവക്കുലാക്കുന്നവർ ആരൊക്കെയെന്നും, വമൻ യതവക്കൽ അലല്ലാഹ്, ആരാണ് അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കുന്നത് എന്നും, അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർ ആരെന്നും പരിശോധിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിൽ വിജയിച്ചാൽ സർവസുഖത്തിന്റെ വീടായ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കിടം കിട്ടും. അള്ളാഹു നമ്മെ അവിടെ ഒരുമിച്ച് കൂട്ടട്ടെ. അവിടം സുഖം മാത്രമാണുള്ളത്. അവിടെ പിന്നെ പരീക്ഷണങ്ങളില്ല, വേദനകളില്ല, ടെൻഷനുകളില്ല. ചിലരൊക്കെ നാമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന മട്ടിലാണ്. പലരുടെയും സംസാരവും വിലയിരുത്തലുകളുമൊക്കെ കേട്ടാൽ അങ്ങനെ തോന്നിപ്പോകും. അത് മുഅ്മിനീങ്ങളായ നമ്മുടെ രീതിയല്ല. നാം അള്ളാഹുവിനെ വിട്ടുകൊടുക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. നമ്മുടെ മസ്തിഷ്കത്തെയും സമയത്തെയും കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയകളിലും എല്ലാ ഗ്രൂപ്പുകളിലും നാം മെമ്പറായിരിക്കും. എല്ലാ ഓൺലൈൻ ന്യൂസുകളുടെയും നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈലിൽ കൃത്യമായി എത്തുന്നുണ്ടാകും. സോഷ്യൽ മീഡിയകളിലെ എല്ലാ നോട്ടിഫിക്കേഷനുകളും നമ്മുടെ മൊബൈലിൽ രാവും പകലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയൊക്കെ കേട്ടും കണ്ടും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു എന്നല്ല, നാം ടെൻഷൻ വില കൊടുത്തു വാങ്ങുന്നു. ഇതൊക്കെ കേട്ടും വായിച്ചും നമ്മൾ ടെൻഷൻ ഉണ്ടാക്കുകയാണ്. ഇത്തരം വാർത്തകളിൽ അധികവും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പടച്ചു വിടുന്നവയാണ് എന്ന സത്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. സത്യവുമായി അവക്കൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സത്യമായിരിക്കും, ബാക്കിയൊക്കെ നിർമ്മിതികളായിരിക്കും. ഇത്തരം സന്ദേശങ്ങളൊക്കെ പലരുടെയും മനസ്സിന്റെ സമനില തെറ്റിപ്പിക്കുന്നുണ്ട് എന്നത് ഇവരറിയുന്നില്ല. ടെൻഷൻ വെറുതെ ഉണ്ടാക്കുന്നു. ജോലിയെയും ഇബാദത്തുകളെയും അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ കാക്കട്ടെ. ഈ പരിശുദ്ധ മാസത്തിൽ പോലും നാം സത്യമായതും വ്യാജമായതുമായ വാർത്തകൾ മുഴുവനും വായിക്കാനും കേൾക്കാനും സമയം ചെലവഴിക്കുകയാണ്. ഇബ്ലീസിന്റെ ഒരു ഇഷ്ട വിനോദമാണ് വിശ്വാസിയെ ടെൻഷനാക്കുക എന്നത്. ടെൻഷൻ വിശ്വാസിയെ ആരാധനകളിൽ നിന്ന് അകറ്റുമെന്ന് നന്നായി അറിയുന്നവനാണ് അവൻ. അവൻ പല വിധേനയും നമ്മെ ടെൻഷനാക്കിക്കൊണ്ടിരിക്കും. അതേസമയം ഈ പ്രതിസന്ധികളെ ഇല്ലായ്മ ചെയ്യാൻ ഭൗതികമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത നമ്മെപ്പോലുള്ളവർ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വിട്ടുകൊടുത്ത്, നാഥാ ഞാൻ ബലഹീനനാണ്, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനെല്ലാം നിന്നിലേക്ക് ഏൽപ്പിച്ചു, എന്നെയും എൻ്റെ കുടുംബത്തെയും അതുപോലെ മുസ്ലിം സമൂഹത്തെയും ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചു എന്ന
പ്രാർത്ഥനയോടെ നാം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിനും ദൗത്യ നിർവഹണത്തിനും വേണ്ടി ചെലവഴിച്ചാൽ മനസ്സിന് വല്ലാത്ത സുഖം കിട്ടും. ഒരു പക്ഷേ എന്നെയും നിങ്ങളെയും പോലുള്ള എളിയവരായ അടിമകളെ ചിന്തിപ്പിക്കാനായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പരീക്ഷണങ്ങൾ നൽകുന്നത്. അതൊരു സ്നേഹത്തിന്റെ തൊട്ടുണർത്തലായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട അടിമയെ, നീ എന്നിലേക്ക് വരിക. അത്തായ സമയത്ത് നീ എന്നോട് കരഞ്ഞു ദുആ ചെയ്യുക. ഭൗതികതയിൽ മതിമറന്ന നിന്റെ കരച്ചിലും സങ്കടവും കേൾക്കാൻ ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് നീ ഖേദിച്ചു മടങ്ങി എന്നിലേക്ക് വാ, എന്നിലേക്ക് വരൂ എന്ന സ്നേഹത്തോടെയുള്ള ഉണർത്തലായിരിക്കാം. അതുമല്ലെങ്കിൽ ഒരു പക്ഷേ വാണിംഗ് ആയിരിക്കാം. അള്ളാഹു നമ്മെ കാക്കട്ടെ. ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വാണിംഗ് ആയിരിക്കാം. അഥവാ നിന്റെ ജീവിത ലക്ഷ്യത്തെയും വിശുദ്ധ ഖുർആനിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമയുടെ നിർദ്ദേശങ്ങളെയും പൂർവികരുടെ ഉപദേശങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള നിന്റെ ജീവിത സഞ്ചാരത്തെ നീ മാറ്റണം എന്ന വാണിംഗ് ആയിരിക്കും. അപ്പോഴും കാരുണ്യത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവനിലേക്ക് തിരിച്ചു നടക്കാൻ വിളിക്കുകയാണ്. നാം എത്ര അവനെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് കൈകളും നീട്ടി നമ്മെ സ്വീകരിക്കാൻ അവൻ റെഡിയാണെന്ന സന്ദേശമാണ് അതിലുള്ളത്. ലോകത്ത് നടക്കുന്ന യുദ്ധമോ ഭീകരാന്തരീക്ഷങ്ങളോ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. മറിച്ച് എനിക്കുമുണ്ടൊരന്ത്യം, നമുക്കൊക്കെ ഇല്ലേ ഒരന്ത്യം, നമുക്കൊക്കെ ഉണ്ടൊരന്ത്യം, അത് ഏത് നിമിഷവുമാവാം എന്ന ചിന്തിപ്പിക്കലുമുണ്ട് ഇത്തരം പരീക്ഷണങ്ങളിലും ഇത്തരം ഘട്ടങ്ങളിലുമൊക്കെ. അതിന് നാം റെഡിയായിട്ടുണ്ടോ? നമ്മുടെ തിരിച്ചുപോക്കിന് നാം റെഡിയായിട്ടുണ്ടോ എന്ന ചിന്തിപ്പിക്കലും അല്ലെങ്കിൽ തിരിച്ചറിവ് തരാൻ വേണ്ടിയുമാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാം കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അല്ലാതിരുന്നാൽ ഇത്തരം വാണിങ്ങുകളും തൊട്ടുണർത്തലുകളും സ്നേഹത്തോടെയുള്ള വിളിക്കലുമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാം ഭൗതികതയിൽ പെട്ടുപോകും, അള്ളാഹുവിനെ മറക്കും, ദൈവമില്ലെന്ന് പറയും, ഞാൻ തന്നെ മതി, മറ്റാരും വേണ്ടെന്ന ഹുങ്ക് വരും, നിരീശ്വരവാദവും സ്വതന്ത്ര ചിന്തകളും വരും. അള്ളാഹു പറഞ്ഞില്ലേ, വമാനുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ, ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ. നാം ഭൂചലനം, ഗ്രഹണങ്ങള്, യുദ്ധങ്ങള്, അപകടങ്ങള്, മാറാവ്യാധി രോഗങ്ങൾ തുടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്, അടിക്കടി ഇത്തരം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇല്ലാ തഖ്വീഫ, മനുഷ്യരിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നാം കൊറോണ വന്നപ്പോൾ നാം കുറെ പേടിച്ചു, കുറെ നല്ലവരായി മാറിയിരുന്നു, നിസ്കാരവും ഖുർആനോത്തും ഒക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നാം കൂടുതൽ എന്തായി? മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആർഭാടങ്ങളും അനാവശ്യങ്ങളും ഹറാമുകളും അന്യ സ്ത്രീ പുരുഷന്മാരുമായുള്ള അരുതാത്ത ബന്ധങ്ങളുമൊക്കെ വളരെ മോശമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അടിമകളെ, നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്തിയെങ്കിലും എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണിതൊക്കെ. ചുരുക്കത്തിൽ നാം നമ്മുടെ സമയത്ത് മുഴുവനും സോഷ്യൽ മീഡിയകളിലും ന്യൂസ് ചാനലുകളിലും ചെലവിട്ട് മറ്റുള്ളവരുടെ വിലയിരുത്തലുകളും വിധി പറയലുകളും കേൾക്കാൻ മാറ്റിവെക്കാതെ എല്ലാറ്റിൻ്റെയും ഉടമക്കാരനും നിയന്താവുമായ അള്ളാഹുവിലേക്ക് വിട്ടുകൊടുത്ത് മനസ്സിനെ ശാന്തമാക്കുക. അപ്പോഴേ ഇബാദത്തുകൾ ചെയ്യാനും ദിക്റുകൾ മുഴുകാനും സ്വലാത്ത് ചെല്ലാനും ഒക്കെ മനസ്സുണ്ടാവുകയുള്ളൂ. അതാണ് അള്ളാഹു ആദ്യമായി പറഞ്ഞത്, ഫസ്ബുത്തു, നിങ്ങൾ നിങ്ങളുടെ ഈ വിശ്വാസത്തെ അചഞ്ചലമാക്കുക, രൂഢമൂലമാക്കുക, അതിൽ ഇടർച്ച വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ പിടുത്തം വിടും. അത്തരം ഒരു വിശ്വാസത്തിലേക്ക് നാം എത്തിയാലോ നമുക്ക് അള്ളാഹുവാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്ന ഉറച്ച വിശ്വാസം, എന്നെ നിയന്ത്രിക്കുന്ന, എനിക്ക് സുരക്ഷ നൽകുന്ന, എന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു നാഥനുണ്ട് എന്ന വിശ്വാസം നമുക്ക് വന്നാലോ അടുത്ത പരിപാടി എന്താ? അതാണ് ആയത്തിൽ അള്ളാഹു രണ്ടാമതായി പറഞ്ഞ വദ്കുറൂ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. എങ്ങനെ? കസീറൻ, എമ്പാടും പെരുത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, ദിക്റുകൾ വർദ്ധിപ്പിക്കണം. നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന യുദ്ധം
ലോകത്തിന് മുഴുവനും മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ചും പ്രവാസികളായ ലക്ഷക്കണക്കിന് സഹോദരന്മാർക്ക് അതിലേറെയും വലിയ പരീക്ഷണവും ഉറക്കമില്ലായ്മയുമാണ് വരുത്തിയിട്ടുള്ളത്. അള്ളാഹു എല്ലാവർക്കും രക്ഷ നൽകട്ടെ. പ്രവാസികളുടെ നാട്ടിലുള്ള കുടുംബങ്ങളും മക്കളുമൊക്കെ വലിയ ബേജാറിലാണ്. ഇവിടെ നാം ന്യൂസ് ചാനലുകളിലും മൊബൈലിലും മാറി മാറി നോക്കുന്നതിന് പകരം വദ്കുറുല്ലാഹ കസീറ എന്നാ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. മാഷാ അള്ളാഹ്. അള്ളാഹു തന്നെ മറ്റൊരു ആയത്തിൽ പറഞ്ഞില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നതിലൂടെ ഹൃദയത്തിന് സമാധാനം വരും, ശാന്തി നഷ്ടപ്പെട്ടവർക്ക് ശാന്തി ലഭിക്കും എന്ന്. ആ ദിക്റുകളിലേക്ക് നാം തിരിച്ചു പോവുക. ഓർക്കുക, ഏറ്റവും വലിയ ദിക്റാണ് നിസ്കാരം. ഏറ്റവും വലിയ ദിക്റാണ് നിസ്കാരം. എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണം. എന്നെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കണം. അതാണ് അക്കിം എന്ന് പറഞ്ഞാൽ. ഭംഗിയായും കൃത്യമായും നിസ്കരിക്കുക. വാർത്തകളെ മനസ്സിൽ കയറ്റിവെച്ച് തറാവീഹ് നിസ്കാരങ്ങൾ നടത്താതിരിക്കുക. അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കണം, അല്ലെങ്കിൽ എന്താണ് പുതിയ ന്യൂസ് എന്ന് നോക്കാൻ വേണ്ടി തറാവീഹ് നഷ്ടപ്പെടുത്തുക, തറാവീഹിനൊക്കെ പോകാനൊരു മടി വരിക, അതുണ്ടാവരുത്. മറ്റൊരു പ്രധാന ദിക്റായ വിശുദ്ധ ഖുർആൻ പാരായണം എമ്പാടും വർദ്ധിപ്പിക്കുക. അപ്പോഴും നമ്മുടെ മനസ്സ് യുദ്ധത്തിലാവരുത്. ഖുർആൻ മറച്ചു വെച്ചുകൊണ്ട് ഓതുന്നതിനിടയിൽ പോലും മൊബൈൽ നോക്കുക. അപ്പോൾ പോലും ന്യൂസ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ മറ്റൊരാളുടെ മുമ്പിൽ കെട്ടിവെക്കാതിരിക്കുക, മറ്റൊന്നിൻ്റെ അഡിക്റ്റ് ആക്കാതിരിക്കുക. മറിച്ച് എന്ത് ചെയ്യുക? പരിശുദ്ധ ഖുർആൻ ചിന്തിച്ചും മനസ്സിരുത്തിയും ആത്മാർത്ഥമായും ആസ്വദിച്ചിങ്ങനെ ഓതുക. അപ്പോൾ വല്ലാത്ത സമാധാനം ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നത് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞില്ലേ, ഇഖ്റഊ അൽ ഖുർആൻ, ഇഖ്റഊ അൽ ഖുർആൻ വഹർരികൂ ബിഹിൽ ഖുലൂബ്, വഹർരികൂ ബിഹിൽ ഖുലൂബ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതണം. പിന്നെ എന്തും വേണം? വഹർരികൂ ബിഹിൽ ഖുലൂബ്. നിങ്ങൾ ഹൃദയങ്ങൾക്ക് ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് ചലനങ്ങൾ ഉണ്ടാവട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, അത് വർക്ക് ചെയ്യട്ടെ എന്ന് അല്ലാഹു തആല ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ആ രൂപത്തിലുള്ള ഖുർആൻ പാരായണം. ആ വിശുദ്ധ ഖുർആനിൽ വന്ന ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ പോലുള്ള വഉഫവ്വിദു അംരി ഇലല്ലാഹി ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ് പോലുള്ള ദിക്റുകൾ നാം ധാരാളം വർദ്ധിപ്പിക്കുക. ആയാത്തുൽ ഹിഫ്ളും ആയാത്തുൽ കിഫായും എന്നും ചൊല്ലുക. 2 മിനിറ്റ് മതി, അതെന്നും ചൊല്ലുക. വല്ലാത്ത സമാധാനം മനസ്സിന് കിട്ടും. ആയത്തുൽ കുർസി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും മറക്കാതെ ചൊല്ലുക. സലാം വീട്ടിയ ഉടനെ മൊബൈലിലേക്കല്ല, എന്താ സംഭവിച്ചത്, അവിടെ പൊട്ടിയോ ഇവിടെ പൊട്ടിയോ എന്നതല്ല, മറിച്ച് നിസ്കാര ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അൽഹംദുലില്ലാഹ് 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 33 പ്രാവശ്യം പറയാ. പിന്നെ അല്ലാഹു അക്ബർ. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവരുടെയൊക്കെ മേലെ ആരുണ്ട്? വലിയവനായ, ഏറ്റവും വലിയവനായ അള്ളാഹു ഉണ്ട്. അതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാനൊന്നുമല്ല, ലോകമൊന്നുമല്ല, ഇത്തരം ഭീകരത സൃഷ്ടിക്കുന്ന രാഷ്ട്രങ്ങളൊന്നുമല്ല, മറിച്ച് അല്ലാഹു അക്ബർ എന്ന ആ ചിന്ത, ആ ദിക്റുകളൊക്കെ ഭംഗിയായി ചൊല്ല. അതുപോലെ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ലിഇലാഫി ഖുറൈശ് എന്ന സൂറത്തോതി ആ വെള്ളത്തിലേക്ക് ഊതിയിട്ട് കുടിക്കുക. മറ്റൊരു മുന്തിയ ദിക്റായ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. വലിയ ദിക്റാണ്. എല്ലാ പ്രതിസന്ധികൾക്കും അത് പരിഹാരവുമാണ് ബിഇദ്നില്ലാഹ്. ബദർ യുദ്ധ മാസമാണല്ലോ. മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും യാസീനും ഫത്ഹ് സൂറത്തും ഒക്കെ ഓതി, അവരുടെ പേരിൽ ഓതി ഹദീ ചെയ്ത് നന്നായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സാധിക്കുന്നവര് ഇമാം ഷാദുലി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഹിസ്ബുൽ ബഹർ ചൊല്ലുക. അത് വലിയ സുരക്ഷ ലഭിക്കും. വലിയ പരിഹാരങ്ങളാണ് പ്രശ്നങ്ങൾക്ക്. വലിയ കാവലും സമാധാനവും അതുമൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം ഈ പരിശുദ്ധ മാസം കാരുണ്യ പ്രവർത്തനങ്ങളുടെയും ദാനധർമ്മങ്ങളുടെയും മാസമാണ്. യുദ്ധബേജാറിൽ അത്തരം സൽക്കർമ്മങ്ങൾ മറക്കാതിരിക്കുക. യുദ്ധം വരുന്നു എന്ന് വിചാരിച്ച് ഒന്നിനും പുറത്തിറങ്ങാതിരിക്കുക. പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ മടിക്കുക എന്നല്ല, ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ തീർക്കുകയാണ് വേണ്ടത്. വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല വഴി അതാണ്. മഹദി
സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ, മഹദിയുടെ ആണ്ടിന്റെ മാസമാണ്. അല്ലാഹു തആല മഹദിയുടെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹദിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം അല്ലാഹു നൽകട്ടെ. മഹദി ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞത്, കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ട ഹബീബായ നബിയെ, അങ്ങ് ഒരിക്കലും പേടിക്കണ്ട, അങ്ങ് കുടുങ്ങൂല, അങ്ങ് കുടുങ്ങൂല. കാരണം എന്താ? ഇന്നകല തസിലുർ റഹിമ, അങ്ങ് ചാർച്ച ബന്ധം പുലർത്തുന്നില്ല, കുടുംബക്കാരോടൊക്കെ നല്ല ബന്ധത്തിലാ ഉള്ളത്. വതസ്ദുഖുൽ ഹദീസ, സത്യം പറയുന്നു. വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതക്രിൽ ദൈഫ. മാഷാ അല്ലാഹ്, അങ്ങ് നിരാലംബരെ സഹായിക്കുകയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുകയും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? വിരുന്നുകാരെ വേണ്ട വിധം സൽക്കരിക്കുന്നില്ലേ? അതുകൊണ്ട് അങ്ങേക്കൊന്നും വരൂല. അപ്പം ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന ജീവിത അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ് മഹദി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അഥവാ ഫസ്ബുത്തു എന്ന ആ ഉറച്ച വിശ്വാസവും വദ്കുറുല്ലാഹ കസീറ എന്ന ആ ദിക്റുകളും നാം ശ്രദ്ധിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിച്ചത്. അതാണ് ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ സാദാത്തുന അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻഹും അവരെ ബറക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ, സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, മറ്റു നമ്മുടെ മശായിഖന്മാർ റളിയല്ലാഹു തആല അൻഹും അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. യുദ്ധം, അതുപോലെ ഭൂചലനങ്ങൾ പോലുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു തആല എല്ലാ മുസ്ലിമീങ്ങളെയും രക്ഷപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മുടെ സഹോദരന്മാർക്ക് അല്ലാഹു തആല സുരക്ഷ നൽകട്ടെ. അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, അവർക്കൊക്കെ അല്ലാഹു തആല സമാധാനം നൽകട്ടെ. യുദ്ധക്കൊതിയന്മാരായ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. അവരെ വലിയ ഒരു പരീക്ഷണം നൽകിക്കൊണ്ട് അല്ലാഹു തആല അവരെ പരീക്ഷിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മനസ്സ് അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് എല്ലാ ശത്രുക്കളെയും അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനും അല്ലാഹുവിൻ്റെ അടിമകൾക്കും മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കുമൊക്കെ സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. എല്ലാ ശത്രുക്കളെയും അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു തആല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫ നൽകട്ടെ. ഇന്നത്തെ ക്ലാസ് അല്പം നീണ്ടുപോയി, എല്ലാവരും ക്ഷമിക്കുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.